ഹലോ ഗൈസ്, നമ്മളുടെ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സിൽ നടന്ന അതിക്രൂരമായിട്ടുള്ള തൊഴിൽ പീഡനങ്ങൾ വെറും കെട്ടുകഥകൾ മാത്രമായി മാറുന്നു. അതിനെക്കുറിച്ച് വേറെ ഒരു ന്യൂസ് ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ലേബർ കമ്മീഷൻ ഇടപെട്ടിട്ട് എന്തായെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പം എന്താണ് പറയുക, വെറും ഒരു കെട്ടുകഥ മാത്രമായി മാറി, അത് മുങ്ങിപ്പോയിരിക്കുന്നു. ഇതുപോലെ നമ്മൾ മനസ്സിലാക്കുക, കേരളത്തിലെ തൊഴിലാളികൾക്ക് എന്ത് സുരക്ഷയാണുള്ളത്. ഇവിടെ ഒരു പാർട്ടിയുണ്ട്, എന്താണ് തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന ലേബലിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും ഇതുപോലുള്ള തൊഴിലാളികൾക്ക് ഒരു പ്രശ്നം വന്ന സമയത്ത് അവരെ എങ്ങും കണ്ടില്ല. അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റ് പാർട്ടികളും ഒന്നും അതിനകത്ത് ഇടപെട്ടില്ല. കോടതിക്ക് നേരിട്ട് ഇടപെട്ടില്ല. പിന്നെ ഇതിനകത്ത് ഇൻകം ടാക്സുകാർക്ക് ഇടപെടാം, അവരും ഇടപെട്ടില്ല. പല വകുപ്പുകളിനകത്ത് ഉണ്ടായിരുന്നു. ഹ്യൂമൻ റൈറ്റ്സ്, അതാണ് ഏറ്റവും പ്രധാനം. മനുഷ്യാവകാശ കമ്മീഷൻ ഇതിനകത്ത് ഇടപെട്ടിട്ട് അവർക്ക് അന്വേഷിക്കുമായിരുന്നു, അവരും ഇടപെട്ടില്ല. അപ്പം നമ്മളീ പറഞ്ഞതുപോലെ അതിനകത്ത് വലിയ ആളിലായിരിക്കും ഇതിൻ്റെ പിന്നിൽ. എന്താണെങ്കിലും ഇത് എന്താ പറയുക, വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഒരുപാട് ആളുകളാണ് മുന്നിലേക്ക് വന്ന് പറഞ്ഞത് അവരവിടെ ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ്, ഇൻക്ലൂഡിങ് തെളിവുകൾ ഉൾപ്പെടെ പുറത്ത് വന്നു, വീഡിയോസും ഓഡിയോസൊക്കെ ആയിട്ട്. പക്ഷേ എന്നിട്ടും ആർക്കും അത് കാര്യമായിട്ട് എടുക്കുന്നില്ല. മാധ്യമങ്ങളും എടുത്തില്ല. അതുപോലെ തന്നെ വേണ്ടപ്പെട്ട അധികാരികൾ, ഹ്യൂമൻ റൈറ്റ്സ് ആണെങ്കിലും ലേബർ കമ്മീഷൻ ആണെങ്കിലും ആരും വേണ്ടത്ര പ്രാധാന്യത്തോടുകൂടി ഈ ഒരു വിഷയത്തെ എടുത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം മുക്കി ആർക്കൊക്കെയോ വേണ്ടി. വിധി എന്ന് പറയാം, അല്ലാതെ എന്ത് പറയാനാണ്.